നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉയർത്തുന്ന തീരുവ ഭീഷണികൾക്കിടയിൽ യൂറോപ്യൻ യൂണിയനുമായി സഹകരിക്കാൻ ഇന്ത്യ ഒരുങ്ങുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക കരാറുകളിലൊന്നായ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ ഉടൻ യാഥാർത്ഥ്യമായേക്കും. ലോകത്തെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ 1/4 വിഹിതം കൈകാര്യം ചെയ്യുന്ന കരാറിനെ എല്ലാ കരാറുകളുടെയും മാതാവ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ചില കാര്യങ്ങൾ കൂടി സമവായത്തിലെത്താനുണ്ടെങ്കിലും കരാർ ഒപ്പുവെക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റിപ്പബ്ലിക്കൻ പരേഡിൽ EU നേതാക്കൾ മുഖ്യാതിഥികളായി പങ്കെടുക്കുന്ന സാഹചര്യത്തിൽ ജനുവരി 27-ന് കരാർ ഒപ്പിടുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യ EU സ്വതന്ത്ര വ്യാപാര കരാർ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 200 കോടി ജനങ്ങളും ലോക GDP-യുടെ കാൽഭാഗവും വരുന്ന വിപണി ഇരുവർക്കുമായി തുറന്നു കിട്ടുന്നതോടെ കളി മാറുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളിലൊന്നാണ് യൂറോപ്യൻ യൂണിയൻ. കോവിഡ് കാലത്തെ ഇടിവിന് ശേഷം ഇരുവരും തമ്മിലുള്ള വ്യാപാരത്തിൽ വ്യക്തമായ വളർച്ചയാണ് ഉണ്ടായത്. 2024-ൽ മാത്രം 120 ബില്യൺ യൂറോയുടെ വ്യാപാരമാണ് ഇരുവർക്കിടയിൽ നടന്നത്. ഇന്ത്യയുടെ മൊത്തം കയറ്റുമതിയുടെ 17% ഇത്. മറുവശത്താകട്ടെ EUവിന്റെ 9ാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ. 2024-ൽ EUവിന്റെ മൊത്തം വ്യാപാരത്തിന്റെ 2.4% മാത്രമായിരുന്നു ഇന്ത്യയുടെ പങ്ക്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, സ്മാർട്ട് ഫോണുകൾ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക്സ്, തുണിത്തരങ്ങൾ, യന്ത്രങ്ങൾ, രാസവസ്തുക്കൾ, ഇരുമ്പ്, ഉരുക്ക്, രത്നങ്ങൾ, ആഭരണങ്ങൾ, ഫാർമസ്യൂട്ടിക്കൽസ്, ഓട്ടോ പാർട്സ് എന്നിവയാണ് ഇന്ത്യ പ്രധാനമായും EUവിലേക്ക് കയറ്റുമതി ചെയ്യുന്നത്. EUവിൽ നിന്നുമുള്ള ഇന്ത്യയുടെ പ്രധാന ഇറക്കുമതിയിൽ യന്ത്രങ്ങൾ, വിമാനങ്ങൾ, ഭാഗങ്ങൾ, ഇലക്ട്രോണിക്സ്, മെഡിക്കൽ ഉപകരണങ്ങൾ, ശാസ്ത്രീയ ഉപകരണങ്ങൾ, പരുക്കൻ വജ്രങ്ങൾ, രാസവസ്തുക്കൾ, പ്ലാസ്റ്റിക്, കാറുകൾ, ഓട്ടോ ഘടകങ്ങൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട്. കഴിഞ്ഞ വർഷം യൂറോപ്യൻ യൂണിയനിലേക്ക് ഇന്ത്യയുടെ കയറ്റുമതി ഗണ്യമായി വർദ്ധിച്ചു. പക്ഷേ ഇറക്കുമതിയിൽ നേരിയ വർധനവാണ് ഉണ്ടായത്. 2024-ൽ 71.3 ബില്യൺ യൂറോയുടെ ഉൽപ്പന്നങ്ങളാണ് കയറ്റുമതി ചെയ്തത്. അതേസമയം EUവിൽ നിന്നും 48.8 ബില്യൺ യൂറോയുടെ സാധനങ്ങൾ ഇന്ത്യ ഇറക്കുമതി ചെയ്തതായാണ് കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. ഇന്ത്യയും EUവും തമ്മിലുള്ള ബന്ധം വ്യാപാരത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. EUവിന്റെ കണക്കനുസരിച്ച് ഏകദേശം 6000 യൂറോപ്യൻ കമ്പനികൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നു. ഇന്ത്യയിലെ EUവിന്റെ നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിലും വലിയ വർധനവ് ഉണ്ടായിട്ടുണ്ട്. 2000-ൽ ഏപ്രിലിൽ 2024-നും സെപ്റ്റംബറിനും ഇടയിൽ EUവിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള മൊത്തം FDI 117.4 ബില്യൺ US$ ആയിരുന്നു. നെതർലാൻഡ്, ജർമ്മനി, ഫ്രാൻസ്, സ്പെയിൻ, ബെൽജിയം എന്നിവയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ യൂറോപ്യൻ യൂണിയൻ നിക്ഷേപകർ. ഇതേ കാലയളവിൽ തന്നെ ഇന്ത്യയുടെ EUവിലേക്കുള്ള വിദേശ നിക്ഷേപം ഏകദേശം 40.04 ബില്യൺ US$ ആയിരുന്നു. ഇന്ത്യ EU സ്വതന്ത്ര വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് പഴക്കം ഏറെയുണ്ട്. 2007-ൽ ഒരു ബ്രോഡ് ബേസ് ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് അഗ്രിമെന്റിന് വേണ്ടിയാണ് ഇന്ത്യയും EUവും തമ്മിലുള്ള ചർച്ചകൾ ആരംഭിച്ചത്. പക്ഷേ ഓട്ടോമൊബൈൽസ്, വൈൻ, സ്പിരിറ്റ്, ഡേറ്റ നിയമങ്ങൾ, പൊതുസംഭരണം, ഭൗതിക സ്വത്തവകാശം, തൊഴിൽ മാനദണ്ഡങ്ങൾ തുടങ്ങിയ വിവാദ വിഷയങ്ങൾ തട്ടി ചർച്ചകൾ അവിടെ തടസ്സപ്പെട്ടിരുന്നു. നിരവധി റൗണ്ടുകൾ ചർച്ചകൾ നടന്നിരുന്നു എങ്കിലും 2013-ന് ശേഷം ഇതങ്ങ് മരവിച്ച മട്ടായിരുന്നു. 2016-നും 2020-നും ഇടയിൽ ചർച്ചകൾ വീണ്ടും പുനരുജ്ജീവിച്ചു വന്നു. എങ്കിലും കാര്യമായ പുരോഗതിയൊന്നും അപ്പോഴുണ്ടായിരുന്നില്ല. ആഗോള വ്യാപാരത്തിൽ അന്തരീക്ഷത്തിൽ മാറ്റം വന്ന സാഹചര്യത്തിലാണ് 2022-ലാണ് ചർച്ചകൾ വീണ്ടും പുനരാരംഭിക്കുന്നത്. ആ വർഷം ജൂണിൽ ഇന്ത്യയും EUവും തമ്മിൽ സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ ഔദ്യോഗികമായി തന്നെ പുനരാരംഭിച്ചു. യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര കരാർ ഇറക്കുമതി തീരുവകൾ കുറയ്ക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്യുന്നു. ഇത് രണ്ടു കൂട്ടരുടെയും വിപണികളുടെ വിശാലമായ അവസരങ്ങൾ തുറന്നിടുകയാണ് ചെയ്യുന്നത്. സാങ്കേതിക വിദ്യ, ഫാർമസ്യൂട്ടിക്സ്, ഓട്ടോമൊബൈൽസ്, തുണിത്തരങ്ങൾ, സ്റ്റീൽ, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, ഇലക്ട്രിക് മെഷീനറികൾ തുടങ്ങിയ മേഖലകൾ കരാർ ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. EUവിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ സുപ്രധാന പങ്കാളിയാണ്. ചൈനയോടുള്ള അമിത ആശ്രയത്വം കുറയ്ക്കുവാനും വിശ്വസ്തരായ പങ്കാളികളുമായി സഹകരിക്കുവാനും ഇന്ത്യയുമായുള്ള സഹകരണം അവർക്ക് സഹായകമാകും. കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിനും ഉൽപാദന ശൃംഖലയിലെ മുൻനിരയിലെത്തുവാനും ഇന്ത്യക്ക് ഈ കരാർ ഗുണകരമാകും. അമേരിക്ക ഏർപ്പെടുത്തിയ ഉയർന്ന താരിഫുകളുടെ ആഘാതം കുറയ്ക്കാൻ ഇന്ത്യയെ കരാർ സഹായിക്കും. യൂറോപ്പിലേക്കുള്ള കയറ്റുമതിക്ക് ഇന്ത്യക്ക് നിലവിൽ താരതമ്യേന കുറഞ്ഞ താരിഫാണുള്ളത്. പക്ഷേ തുണിത്തരങ്ങൾ, വസ്ത്രങ്ങൾ തുടങ്ങിയ പ്രധാന മേഖലകൾ ഇപ്പോഴും ഏകദേശം 10% തീരുവ നേരിടുന്നുണ്ട്. ഈ നീക്കമെല്ലാം വസ്ത്രങ്ങൾ, തുകൽ, പാദരക്ഷകൾ, അമേരിക്കൻ തീരുവ കൊണ്ട് സമ്മർദ്ദം നേരിടുന്ന മറ്റു മേഖലകൾ എന്നിവയ്ക്ക് നേരിട്ട് ഗുണം ചെയ്യും.
ചരക്കുകൾക്ക് പുറമെ സേവന മേഖലകളിലും ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് കേന്ദ്ര ബിന്ദുവാണ്. IT ഉൾപ്പെടെയുള്ള സേവന മേഖലകൾക്ക് തുറന്നു കിട്ടുന്ന ഈ അവസരം, അതായത് US വിപണിയെ അമിതമായി ആശ്രയിക്കുന്നത് ഒഴിവാക്കാൻ ഇന്ത്യയെ ഇത് സഹായിക്കും. അമേരിക്കയെ മാത്രമല്ല, യൂറോപ്പിലേക്കുള്ള കയറ്റുമതി വികസിപ്പിക്കുന്നതിന് വഴി ചൈനയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുവാനും സാധിക്കുന്നതാണ്. മറുവശത്താകട്ടെ, യുവിനെ സംബന്ധിച്ച് കരാർ ഇന്ത്യയുടെ താരതമ്യേന സുരക്ഷിതമായ ഉപഭോക്തൃ വിപണിയിലേക്കുള്ള ഒരു വാതിൽ തുറന്നിടൽ കൂടിയാണ്. വിമാന ഭാഗങ്ങൾ, ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ, രാസവസ്തുക്കൾ, വജ്രങ്ങൾ, ഉയർന്ന നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ കാര്യത്തിലും യൂറോപ്യൻ കയറ്റുമതിക്കാർക്ക് നേട്ടം ലഭിച്ചേക്കാം. യൂറോപ്യൻ സേവന ദാതാക്കൾക്ക്, പ്രത്യേകിച്ച് ഭൗതിക സ്വത്തവകാശം, IT, ടെലികമ്മ്യൂണിക്കേഷൻ, ബിസിനസ് സേവനങ്ങൾ എന്നിവയ്ക്ക് കരാർ ഗുണകരമായേക്കും.